എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് രഹസ്യമായി പോകാം ആരും അറിയാതെ എന്നതിനെക്കുറിച്ചാണ്. ആ വ്യക്തിയുടെ മനസ്സിലുള്ളതറിയാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പുഷ്പം ഫയലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയം എന്ന് പറയുന്നത് ലോലമായൊരു ഹൃദയമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് അല്പസ്വല്പം വിഷമമുള്ള കാര്യം കേട്ടാൽ പെട്ടെന്ന് വിഷമം വരുന്നൊരു വ്യക്തിയാണ്. ആരെയും ഉപദ്രവിക്കാനോ ആരുടെയും ഒന്നും തട്ടിയെടുക്കാനോ ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിഷമം തട്ടിയാൽ അത് മുഴുവനായിട്ട് കാണാൻ കഴിയും. ദൂരക്കാഴ്ചകൾ കുറവാണ്. അതായത് കേവലം കാഴ്ചയല്ല പറയുന്നത്, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാര്യത്തെ അപഗ്രഥിക്കാനും നാളെ അതെന്താണ് എന്ന് പറയുവാനും അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താനെന്നുള്ള കഴിവ് കുറവാണ്. കാണുന്നത് അതിൻ്റെ മുഖതാവിൽ തന്നെ സ്വീകരിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്കുള്ള അറിവ് പലപ്പോഴും കുറവാണ്. നിഷ്കളങ്ക ഭാവമാണെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്. കാരണം എല്ലാ കാര്യത്തിലും ഒരു നിഷ്കളങ്കത അവിടെ ദൃശ്യവുമാണ്. നിഷ്കളങ്കമായ ജീവിത ശൈലിയാണ് ആ വ്യക്തി കാണിക്കുന്നത്. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുക, ഉള്ള കാര്യം, ഉള്ള നേട്ടങ്ങൾ അതിൽ സന്തോഷിച്ച് ജീവിക്കുക. കിട്ടാതെ പോയതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയോ കിട്ടാതെ പോയ നന്മയെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നുമില്ല. തനിക്ക് തൻ്റെ ശക്തി, തൻ്റെ പോസിറ്റീവ് എനർജി നൽകിയ നന്മ, ആ നന്മ അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി ഉള്ളതുകൊണ്ട് ആഘോഷമായി ജീവിക്കുക. നാളത്തേക്ക് കരുതി വെക്കുന്ന ചിന്ത പണ്ടേയില്ല. പക്ഷേ സൗന്ദര്യബോധവും ജീവിതാസ്വാദനവും വലിയ അളവിൽ ഹൃദയത്തിലെപ്പോഴും ഉണ്ട്. ആരെയും ഉപദ്രവിക്കാനോ ആരിൽ നിന്ന് എന്തെങ്കിലും അന്യായമായി നേടുന്നതിനോ ഒന്നും ഇഷ്ടമില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുക, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പ്രവർത്തിക്കുക. അങ്ങനെ മനസ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പ്രണയമുണ്ട്. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയോ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി അപഗ്രഥിക്കുകയോ എന്നുള്ള മനസ്സില്ല. സ്നേഹം നൽകിയാൽ ആ സ്നേഹം വിശ്വസിക്കും. ഒരുപാട് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. പലപ്പോഴും പലതരം വഞ്ചനകൾക്ക് പാത്രമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിലും ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എത്ര പ്രതിസന്ധികളിലൂടെ തകർന്ന് വന്നാലും ജീവിതത്തിൽ നേട്ടങ്ങൾക്കുള്ളൊരു സ്ഥാനം ഈശ്വരൻ നൽകിയിട്ടുണ്ട്. എത്ര നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടായാലും തൻ്റെ കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ നടക്കും. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് അതിയായ സ്നേഹമുണ്ട്. നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത് ഏതെങ്കിലും ദുരുദ്ദേശത്തിലല്ല, ഏതെങ്കിലും കാര്യം ആ വ്യക്തിക്ക് നടത്തിയെടുക്കാനായിട്ടുമല്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും നന്മയും ഒളിച്ചിരിപ്പുണ്ട്. എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് ആ വ്യക്തി ചിന്തിക്കും. കാരണം നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ആ സ്നേഹം എപ്പോഴും അനുഭവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം പോലും ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആലോചിക്കും, സ്നേഹിക്കും. നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ വിഷമിപ്പിക്കുകയോ നോവിക്കുകയോ ചെയ്യുകയില്ല. മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനം ആ വ്യക്തി നൽകിയിട്ടുണ്ട്. അത് മറ്റാർക്കും നൽകിയിട്ടില്ല. ആ വ്യക്തി ദീർഘകാലം ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചൊരു കാര്യം ചെയ്യണമെന്നോ ഒരു കാര്യത്തെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് നടത്തണമെന്നൊന്നും ആലോചിക്കുന്നില്ല. ഗവേഷണ പാഠവും തീരെ കുറവാണ്. പക്ഷേ മനസ്സിൽ നന്മയുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വൈകിക്കുകയാണെങ്കിൽ അത് അപ്പോൾ നടക്കണമെന്ന് വാശി പിടിക്കുന്ന സ്വഭാവ വ്യക്തിക്കുണ്ട്. അടുത്തതായിട്ട് വിളക്ക് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ്
വളരെ പ്രാക്ടിക്കലായിട്ടാണ്. ഓരോ കാര്യത്തിലും അത് ചെറുതായിട്ടല്ല വ്യക്തി ചിന്തിക്കുന്നത്. ഓരോ കാര്യത്തിൽ ഒളിച്ചിരിക്കുന്ന അന്തസത്ത അറിഞ്ഞ് ഓരോന്നും എന്താണെന്നും ഏതാണെന്നും കണ്ട് മനസ്സിലാക്കിയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് വഴുതി മാറുന്ന സ്വഭാവമില്ല. ദൃഢമായി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവിതം തനിക്ക് നൽകിയ ചില നന്മകളെ ആ വ്യക്തി എപ്പോഴും മുറുകെ പിടിക്കും. മറ്റുള്ളവർക്ക് നന്മ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് അറിവ് പ്രദാനം ചെയ്യുകയും അറിവിനെ മുറുകെ പിടിക്കുകയും അറിവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൽ നന്മയുണ്ട്. എപ്പോഴും കത്തി ജ്വലിച്ചു നിൽക്കുന്നൊരു വിളക്ക് പോലെ എപ്പോഴും ഹൃദയത്തിൽ നന്മ പാറിപ്പാറി നടക്കും. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ആദർശധീരമായ നിലപാടാണ്. ആ നിലപാട് വിറ്റുകൊണ്ടോ ആ നിലപാട് കളങ്കപ്പെടുത്തുകയോ ഒരിക്കലും മുന്നോട്ട് പോകില്ല. ജീവിതത്തിൽ അനുഭവ സമ്പത്ത് ധാരാളമായിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യങ്ങൾ ആ വ്യക്തി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയെ സിദ്ധിച്ചതിലൂടെ. ഒന്നിനും അന്യായമായി നേടാൻ ആഗ്രഹിക്കുന്നില്ല. നാളത്തേക്കുള്ള ഒരു പ്രയാണം തന്നെയാണ്. നാളെ ജീവിതത്തിൽ കൂടുതൽ കീർത്തി കേൾക്കുന്ന, ജീവിതത്തിൽ കൂടുതൽ മുന്നേറുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയാൽ അത്ഭുതപ്പെടാനില്ല. ഓരോ ചെറിയ രീതിയിൽ വളർന്നു വന്ന് ജീവിതത്തിൻ്റെ പോസിറ്റീവ് മേഖലയിലേക്ക് എത്തിയ ചില ആളുകളുടെ അനുഭവം ഏതാണ്ട് നമുക്കിതുപോലെ നോക്കാം. ചെറിയ ചെറിയ അവസരങ്ങളിലൂടെ വന്ന് ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിലേക്ക് എത്തുന്ന ആളുകളുടെ ചരിത്രവും ജീവിതവും നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ജീവിതമാണ് ഈ വ്യക്തിക്കുള്ളത്. കരിയറിനും ഔദ്യോഗികതയ്ക്കും മര്യാദയ്ക്കും നന്മയ്ക്കും കൂടുതൽ സാധ്യത നൽകുന്നു. തൻ്റെ കേവലമായ സുഖങ്ങളോ സുഖഭോഗങ്ങളോ ഒന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി തന്നോട് കാണിച്ച ആത്മാർത്ഥത, താൻ ആ വ്യക്തിയോട് തിരിച്ചു കാണിക്കുന്ന ആത്മാർത്ഥത എന്നിങ്ങനെയുള്ള മനുഷ്യത്വപൂർണമായ പല കാര്യങ്ങൾക്കും മികച്ച മനസ്സുള്ളൊരു വ്യക്തിയായിരിക്കും. എത്ര പ്രതിസന്ധികളുണ്ടായാലും ഈശ്വരൻ നൽകിയ പ്രാക്ടിക്കൽ നോളജ് അത് നന്മയിൽ അധിഷ്ഠിതമാണ്. അത് ജീവിതത്തിൽ നിങ്ങളെ നയിക്കുകയും നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് പിന്നിൽ സഞ്ചരിക്കുന്നവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഈശ്വരൻ നൽകും. അതുവഴി നിങ്ങളും അവർക്കും ഒക്കെ കീർത്തി നേടുന്നതിനും ജീവിതത്തിൽ നന്മയുടെ യഥാർത്ഥ ഭാവത്തെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗ്യമുണ്ടാവും. വിളക്കെന്നും സമൂഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. വഞ്ചിക്കപ്പെട്ടാലും തനിക്ക് നഷ്ടമുണ്ടായാലും മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ വ്യക്തി തക്ക സമയത്ത് നിങ്ങളോട് പറയാൻ കാത്തിരിക്കുകയായിരിക്കാം. അത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുപാട് നന്മ നൽകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.